കത്തി ജ്വലിച്ചുകൊണ്ട് ആകാശഗംഗയുടെ വിദൂരതയിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന ഒരു അഗ്നിഗോളം ബഹിരാകാശത്ത് നിന്നും മിന്നൽ വേഗത്തിൽ ഭൂമിയുടെ ഉപരിതലങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയൻസ് സാഗയുടെ 1ാം എപ്പിസോഡാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ പരമ്പര കാണുവാൻ വന്നത് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എപ്പിസോഡ് 0 കാണുവാൻ ശ്രമിക്കുക. വരൂ നമുക്ക് കഥയിലേക്ക് പോകാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ പച്ച പുൽമേടും ചെറു പ്രാണികളെ കൊത്തി തിന്നുന്ന ഒട്ടക പക്ഷികളും ഒരു കർഷകനെയും കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത്. പതിവില്ലാത്ത തരത്തിൽ ആകാശത്തു നിന്നും ഭീകരമായ ശബ്ദം കേൾക്കുന്ന കർഷകൻ ഭയന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നു. അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തീഗോളം പോലെ കത്തിജ്വലിക്കുന്ന ഒരു പറക്കം തളിക അവന്റെ തലയ്ക്ക് മീതെ പറന്ന് ഭയാനകമായ ശബ്ദത്തോടെ മണ്ണിലേക്ക് താഴ്ന്നിറങ്ങുന്നു. പല ഇരട്ടി സ്പീഡിൽ അവന്റെ ഹൃദയം ഇടിച്ചെങ്കിലും കർഷകൻ ഒരു ഇരട്ടക്കുഴൽ തോക്കുമായി തളിക വീണയിടത്തിലേക്ക് ചെല്ലുന്നു. തളിക വീണ ഇടം ചുഴി പോലെ കൊഴിഞ്ഞുപോയിരുന്നു. പേടകത്തിൽ നിന്നും തീവ്രമായ പ്രകാശം ഉയരുകയും അതിന്റെ കവാടം തുറക്കപ്പെടുകയും അതിൽ നിന്നും പടച്ചട്ട അണിഞ്ഞ നീണ്ട വാലുകളുള്ള ഒരു അന്യഗ്രഹവാസി ഇറങ്ങി വരികയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ തനിക്ക് നേരെ പറന്നു വരുന്ന വിചിത്രനായ അവനെ കണ്ട് പേടിച്ചു വിറച്ച കർഷകൻ വെടിയുതിർക്കുന്നു. പാഞ്ഞു വരുന്ന വെടിയുണ്ട നിഷ്പ്രയാസം കൈക്കുള്ളിൽ ഒതുക്കിയ അന്യഗ്രഹവാസി തന്റെ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്ററിൽ കൂടി കർഷകന്റെ ബാറ്റൽ പവർ ലെവൽ പരിശോധിക്കുകയും കേവലം 5 മാത്രമാണ് അയാളുടെ പവർ ലെവൽ എന്ന് മനസ്സിലാക്കിയ അന്യഗ്രഹവാസി ഈ ഗ്രഹത്തിലെ കീടങ്ങൾ ഇത്രയ്ക്കും ദുർബലരായിരുന്നോ എന്ന് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ആ വെടിയുണ്ട തിരികെ ഞൊട്ടിയെറിയുന്നു. വെറും സാധാരണ മനുഷ്യൻ മാത്രമായിരുന്ന കർഷകൻ അതിൽ നിന്നും സാരമായ പരിക്കുകളേറ്റ് തെറിച്ചു വീഴുന്നു. അതേസമയം അവൻ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്ററിൽ 4800 എന്ന പവർ ലെവൽ ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുകയും അത് കാക്കറോട്ട് ആയിരിക്കും എന്ന് കരുതി അവൻ ആ ദിക്കിലേക്ക് പറക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ മനസ്സ് റീഡ് ചെയ്യുവാനും ടെലിപ്പതി സംവാദം ചെയ്യുവാനും കഴിവുള്ള നമക്കിയൻ ഗോഡായ പിക്കലോ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ധ്യാനം ചെയ്യുന്നതാണ്. പെടുങ്ങനെ ദൂരെ നിന്നും വളരെ വലിയൊരു എനർജി തന്റെ നേർക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന പിക്കലോ ഒരു നിമിഷം ഞെട്ടുകയും വരുന്നത് ഗോക്കു ആണോ എന്ന് ഭയക്കുകയും ചെയ്യുന്നു. പക്ഷേ വരുന്നത് ഗോക്കു അല്ല, കാഴ്ചയിൽ ഗോക്കുവിനോട് സദൃശ്യമുള്ള അതിശക്തനായ മറ്റാരോ ആണെന്ന് മനസ്സിലാക്കുന്ന പിക്കലോയുടെ പേടി ഇരട്ടിയാവുന്നു. വളരെ വേഗത്തിൽ പറന്നുവന്ന് മുന്നിൽ നിന്ന അന്യഗ്രഹവാസിയെ കണ്ട് വളരെ ദേഷ്യഭാവത്തിൽ പിക്കലോ ചോദിച്ചു, നീ ആരാണ്? എന്താണ് നിനക്ക് വേണ്ടത്? നീ മരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ എന്റെ മുന്നിലേക്ക് വന്നത്? ഇത് കേട്ട അന്യഗ്രഹവാസി പിക്കലോയുടെ എനർജി ലെവൽ പരിശോധിക്കുമ്പോൾ 322 ആണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പിക്കലോയോട് പറഞ്ഞു, നീ ഒരിക്കലും കാക്കറോട്ടല്ല. ഞാൻ വന്നത് നിനക്ക് വേണ്ടിയുമല്ല. പക്ഷെ ഈ ദുർബലന്മാരുടെ ഗ്രഹത്തിൽ ഇത്രയെങ്കിലും ബാറ്റൽ എനർജിയുള്ള ഒരു കീടത്തെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ ഒരു അവസരം നൽകുന്നു. എന്റെ കരം കൊണ്ട് നീ മൃത്യു വരിക്കും മുൻപേ എന്നെ വധിക്കാൻ ഒരു വട്ടം നിനക്ക് ശ്രമിച്ചു നോക്കാം. പുച്ഛത്തോടെയുള്ള അന്യഗ്രഹവാസിയുടെ വാക്കുകൾ കേട്ട പിക്കലോയ്ക്ക് വളരെയധികം അരിശം വരികയും അവന് നേരെ എക്സ്പ്ലോസീവ് ഡീമൻ വേവ് എന്ന ഒരു എനർജി അറ്റാക്ക് അയക്കുകയും ചെയ്യുന്നു. പിക്കലോയുടെ എനർജി ബ്ലാസ്റ്റിൽ അന്യഗ്രഹവാസി സൂര്യനെ പോലെ തീയിൽ മുങ്ങുകയും പൊടിപടലങ്ങളാൽ മൂടപ്പെടുകയും ചെയ്യുന്നു. പൊടിപടലങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന അന്യഗ്രഹവാസിയുടെ ശബ്ദം പിക്കലോയെ അടിപടലം വിറപ്പിച്ചു. പുച്ഛത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഹേയ് കീടമേ, ഈ മണ്ണ് പറത്തുന്നതായിരുന്നു നിന്റെ ഏറ്റവും വലിയ ശക്തി. നിന്നെപ്പോലെ ഒരു ദുർബല കീടത്തിന് അവസരം നൽകി തെറ്റ് ചെയ്തത് ഞാനാണ്. നീ തയ്യാറായിക്കൊള്ളൂ നിന്റെ മരണത്തെ സ്വാഗതം ചെയ്യാൻ. ഇത് കേൾക്കുന്ന പിക്കലോ ഭയന്നു വിറയ്ക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അന്യഗ്രഹവാസിയുടെ എനർജി മീറ്ററിൽ വളരെ വലിയൊരു എനർജി ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ അളവ് ക്രമാതീതമായി മുകളിലേക്ക് ഉയർന്ന് 12,000-ലെത്തി നിൽക്കുന്നു. ഇത് ഉറപ്പായും കാക്കറോട്ട് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എനർജി ഡിക്റ്റേറ്റ് ചെയ്ത് ദിക്കിലേക്ക് പറക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാസ്റ്റർ റോഷിയുടെ കാമി ഹൗസിലേക്ക് ഒരു വിമാനത്തിൽ വന്നിറങ്ങുന്ന ബുൽമയെയാണ്. അവിടെ വെച്ച് ക്രില്ലിനെയും മാസ്റ്റർ റോഷിയെയും കണ്ട ബുൽമ അവരെ കണ്ടതിൽ വളരെ സന്തോഷം ഉണ്ടെന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വീടിന് യാതൊരു മാറ്റവും ഇല്ലെന്നും പറയുന്നു. നിനക്കിങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും വരാം, ഇത് നിന്റെയും കൂടി വീടാണെന്ന് മാസ്റ്റർ റോഷി അവളോടും പറയുന്നു. യാംജെ എന്താണ് വരാഞ്ഞത് എന്ന ക്രില്ലിന്റെ ചോദ്യത്തിന് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് അവൾ മറുപടിയും പറയുന്നു. അതേസമയം തന്നെ ഗുഹാനുമായി നിംബസിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഗോക്കു
കാമി ഹൗസ് കാണുകയും അവിടെയൊന്ന് ഇറങ്ങിയിട്ട് പോകാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അവിടെ ഇറങ്ങുന്ന ഗോക്കുവിനൊപ്പം ഗുഹാനെ കാണുന്ന എല്ലാവരും അത് ആരാണെന്ന് തിരക്കുന്നു. ഇതെന്റെ മകനാണെന്ന് ഗോക്കു പറയുന്നത് കേട്ട് ഒരു നിമിഷം എല്ലാവരും ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. ഗുഹാനോട് എത്ര വയസ്സായി നിനക്ക് എന്ന് ബുൽമ തിരക്കുകയും 4 വയസ്സായി എന്നവൻ മറുപടി പറയുകയും ചെയ്യുന്നു. ഗുഹാന്റെ വാല് കാണുന്ന മാസ്റ്റർ റോഷിയും ബുൽമയും വളരെയധികം പേടിക്കുകയും ഇവൻ എപ്പോഴെങ്കിലും പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കുകയും ചെയ്യുന്നു. പണ്ട് എനിക്കുണ്ടായിരുന്നത് പോലെ തന്നെ ഇവനും വാലുണ്ട്, അത് കണ്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ഗോക്കു തിരക്കുമ്പോൾ എല്ലാവരും മൗനം പാലിക്കുന്നു. ചീച്ചിക്ക് ഇഷ്ടമല്ലാത്തതിനാൽ ഗുഹാനെ ഇതുവരെയും ട്രെയിനിങ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെന്ന് ഗോക്കു പറയുകയും ചെയ്യുന്നു. ഗുഹാന്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പിയിൽ ഡ്രാഗൺ ബോൾ കാണുന്ന ബുൾമ എന്തിനാണ് ഇത് തലയിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് 4 സ്റ്റാറുള്ള ഗ്രാൻഡ്ബ ഗുഹാന്റെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്ന ഡ്രാഗൺ ബോൾ ആണ്. ഇത് തേടി പോയ വഴിക്ക് 3ഉം 6ഉം സ്റ്റാറുകളുള്ള 2 ഡ്രാഗൺ ബോളുകളോട് എനിക്ക് കിട്ടി എന്ന് ഗോക്കു പറയുന്നു. പെട്ടെന്ന് ഗോക്കുവിന് അസ്വാഭാവികമായി എന്തോ തോന്നുകയും ഒരു നിമിഷം ഞെട്ടുകയും ചെയ്യുന്നു. എന്തു പറ്റിയെന്ന് ക്രില്ലൻ ചോദിക്കുമ്പോൾ നമുക്ക് നേരെ മാരകമായി എന്തോ ഒന്ന് വരുന്നുണ്ടെന്ന് ഗോക്കു പറയുന്നു. ഞാൻ ഇതിനു മുന്നേ ആരിലും കണ്ടിട്ടില്ലാത്ത അത്രയും വളരെയേറെ വലിയൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ഗോക്കു പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് അന്യഗ്രഹവാസി വന്നിറങ്ങുന്നു. അവിടെ നിന്ന് എല്ലാവരും നന്നായി പേടിക്കുന്നുണ്ട്. ഇത്രയും വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു കാക്കറോട്ട് എന്ന് ഗോക്കുവിന്റെ മുഖത്ത് നോക്കി അവൻ പറയുന്നു. അന്യഗ്രഹവാസി തന്നെ നോക്കി കാക്കറോട്ട് എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഗോക്കുവിന് എന്തോ പോലെയാവുന്നു. കാക്കറോട്ടോ എന്നവൻ മനസ്സിൽ പറയുന്നു. നിന്നെ കണ്ട നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി, നീ തന്നെയാണ് കാക്കറോട്ട്. നീ നന്നായി വളർന്നിട്ടുണ്ട് ഇപ്പോൾ. ഇതിനിടയിൽ നീ ആരാണ്, നിനക്കിവനെ അറിയാമോ എന്ന് ക്രില്യൻ അന്യഗ്രഹവാസിയോട് ചോദിക്കുന്നു. ക്രില്ലിന്റെ ഇടയ്ക്ക് കയറിയുള്ള സംസാരം കേട്ട് അന്യഗ്രഹ ജീവിക്ക് ദേഷ്യം വരുന്നു. നീ ഇത്രയും വർഷം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാക്കറോട്ട്? ഇവിടെയുള്ള ദുർബല കീടങ്ങളെയെല്ലാം കൊന്ന് സയാൻ സാമ്രാജ്യം നിർമ്മിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഭയക്കുന്നുണ്ടെങ്കിലും ക്രില്യന് ദേഷ്യം വന്ന് മുന്നോട്ട് നടന്നു ചെല്ലുന്നു. നിന്റെ വാചകമടി ഇവിടെ നിർത്തിക്കോ. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയേണ്ട കാര്യവുമില്ല. ഇനി നീ ചിലച്ചുകൊണ്ട് നിന്നാൽ നിന്റെ ശവം ഇവിടെ വീഴും എന്ന് ക്രില്യൻ പറയുന്നത് കേൾക്കുമ്പോൾ അവന്റെ പവർ ലെവൽ പരിശോധിക്കുന്ന അന്യഗ്രഹവാസിക്ക് വെറും 7 മാത്രമാണെന്ന് മനസ്സിലാവുന്നു. അവനവന്റെ വാൽ ചുരുട്ടി ഒറ്റയടിക്ക് ക്രില്യനെ 7 അടി അപ്പുറത്ത് പറത്തുന്നു. അടി കിട്ടിയ ക്രില്യൻ 7 മീറ്റർ ദൂരെ പോയി വീഴുന്നു. അവന്റെ വാല് കാണുമ്പോൾ ബുൾമയും മാസ്റ്റർ റോഷിയും വളരെയധികം പേടിക്കുന്നു. കാഴ്ചയിൽ ഗോക്കുവുമായി സദൃശ്യമുള്ള ഗുഹാനെ പോലെ വാലുകളുള്ള കാക്കറോട്ടിനെ തിരക്കി ഭൂമിയിലേക്ക് വന്ന ഇവൻ ആരാണ്, എന്തിനാണ് ഇവൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 1ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബ്സ് നേടാനുള്ള യാത്രയിൽ ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. തുടർന്നുള്ള വീഡിയോകളും കാണുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.